ഹലോ, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വിളവെടുത്തത് കുമ്പളങ്ങയായിരുന്നു കേട്ടോ. അതുകൊണ്ട് 2 വിഭവങ്ങളും അതിനോടൊപ്പം തന്നെ എനിക്കറിയാവുന്ന ചെറിയ വലിയ അറിവാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മളിത് എടുക്കുകയാണെങ്കിൽ ഒരു പൗഡറി കൺസിസ്റ്റൻസി നമ്മുടെ കൈ പറ്റും. അത് വേറൊന്നുമല്ല, ഈ കുമ്പളങ്ങ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കോട്ടിംഗ് ആണ്, അതിന് വാക്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ നമ്മളിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല വാട്ടർ കൺസിസ്റ്റൻസിയാണ്. 96% വാട്ടറാണ് ഇതിലുള്ളത്. നല്ലൊരു വൈറ്റ് ഫ്ലഷും ഉണ്ട്, കുറേ സീഡ്സും ഉണ്ട്. ഈ സീഡ്സ് ആണെങ്കിൽ നമ്മൾ ഉണക്കിയും അതുപോലെ തന്നെ മറ്റ് പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ അറിവില്ല കേട്ടോ. അന്നജം, പ്രോട്ടീൻ, ഭക്ഷ്യനാരുകൾ, കാൽസ്യം, മാഗ്നീഷ്യം, അയൺ, പൊട്ടാസ്യം, സിങ്ക്, ഫോസ്ഫറസ് തുടങ്ങിയവയും കുമ്പളങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിനെ കൺട്രോൾ ചെയ്യാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയാമല്ലോ, നമ്മൾ അടിപൊളി ഒരു കറിയാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ കിടിലമാണിത്. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന പലർക്കും പല രുചിയാണല്ലോ. അപ്പം ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്നത് തേങ്ങയും ചുമന്ന മുളകും കറിവേപ്പിലയും മാത്രം ഉപയോഗിച്ചാണ്. വേറെ ഓയിലി ആയിട്ടൊന്നും ചേർത്തിട്ടില്ല. അതായത് ഇത്രയും മതി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ. അടിപൊളിയാണ് കേട്ടോ ഇത്, സൂപ്പറാണ്. കൊച്ചു പിള്ളേർക്ക് വരെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് ചോറൊക്കെ ഇളക്കിയും കൂടെ കഴിച്ചാൽ അടിപൊളിയാണ്. അടുത്തത് ബെല്ലി ഫാറ്റ് കുറയാനുള്ളത് ഫ്രഷ് ജ്യൂസാണ് ഇത് കേട്ടോ. മിഡ് മീലായിട്ടും നമുക്ക് എംറ്റി സ്റ്റൊമക്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനകത്തും ചെറിയ കാര്യങ്ങൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. നാരങ്ങ നീര്, കാന്താരി, നല്ല എരിവുള്ള കാന്താരി, ചുമ്മാതാ കേട്ടോ, കുറച്ച് കാന്താരി എല്ലാം കൂടെ ഇട്ട് അങ്ങോട്ട് അടിച്ചെടുക്കുക. അടിപൊളിയാണ് കേട്ടോ. ഇത് വെജിറ്റബിൾ ആണെന്ന് ആരും പുറന്തള്ളണ്ട. അടിപൊളി, നല്ലൊരു റീഫ്രഷ്മെൻറ്റും നല്ല ടേസ്റ്റുമാണ്, അത്യാവശ്യം ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ നമ്മുടെ കർക്കിടകമില്ലേ, കർക്കിടകത്തിൽ നമ്മൾ 10 ഇലക്കറി വെക്കാറില്ലേ, അതിൽ ഒരു ഇലയായിട്ടും ഇതിൻ്റെ ഇലയെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിനകത്ത് ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കുടലിനെ ശുദ്ധീകരിക്കാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുമ്പളങ്ങ ജ്യൂസിന് ഇൻസുലിൻ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിക്കുന്നതിലൂടെ ഷുഗറും കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഡയബറ്റിക് പേഷ്യൻസ് ഇല്ലേ, അവർക്ക് നല്ല ഒരു ഉത്തമമായ ഒരു ആഹാര രീതിയാണിത്, ആഹാരമാണിത്. പിന്നെ നമ്മുടെ ഡയറ്റ് എടുക്കുന്നവർക്കും അങ്ങനെ ഒരുപാട് പേർക്ക് നമുക്ക് ഈ ജ്യൂസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു നല്ലൊരു റീഫ്രഷ്മെന്റ് ആണ്. രാവിലെ കുടിക്കുമ്പോൾ തന്നെ നല്ലൊരു റീഫ്രഷ്മെന്റ് ആണ് നമുക്ക്. ഇവിടെ വിളവെടുത്തപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 4-5 വീടുകളിൽ നമുക്ക് കൊടുക്കാൻ പാകത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ വിലയ്ക്ക് വിൽക്കുന്നതെന്നല്ല, ഞങ്ങള് അതായത് അടുത്തുള്ള വീടുകളിലും കുടുംബ വീട്ടിലൊക്കെ കൊടുത്ത് എല്ലാവരെയും സന്തോഷപ്പെടുത്താൻ പറ്റി. എന്നുവെച്ചാൽ ഇത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ബോഡിയെ തണുപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ജലദോഷവും സൈനസൈറ്റിസും ഉള്ളവരിത് ഉപയോഗിക്കാതിരിക്കുക. അപ്പൊ അടുത്ത വീഡിയോ